ഹായ് ഫ്രണ്ട്സ്, അഞ്ജലി ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു കിഡലൻ ക്രഞ്ചി ആയിട്ടുള്ള 4 മണി പലഹാരമാണ്. അതിൻ്റെ പേരാണ് പൊട്ടാറ്റോ അവിൽ ബോൾസ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ റെസിപ്പി ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസ് പെട്ടെന്ന് കാണാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം തന്നെയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 3 ഇടത്തരം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങാണ്. അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി വേവിച്ച് ഒന്ന് മാഷ് ചെയ്ത് വെച്ചു. ഉടച്ച് ഒരു അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ഒരു വലിയ സവോളയുടെ പകുതി ചെറുതാക്കി കട്ട് ചെയ്തത് കണ്ടില്ലേ. അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞത്, പിന്നെ ചെറിയ ഒരു രണ്ട് പച്ചമുളക്, ചെറിയ 2 പച്ചമുളക് കട്ട് ചെയ്തത്, പിന്നെ മല്ലിയില ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ആണിത്, അതായത് ഉണക്കമുളക് പൊടിച്ചത്, അതും ഒരു ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ തൈരാണ്. തൈര് ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ. ഒരു പുളിപ്പുണ്ടാവും, നല്ല ടേസ്റ്റാണ്. ഇനി മെയിൻ നമ്മളുടെ അവിലാണ്. ഈ റെഡ് കളർ അവിൽ തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. മറ്റേ അവിലാകുമ്പോൾ നമുക്ക് അലിഞ്ഞു പോവും. ഇതാവും കൂടുതൽ ടേസ്റ്റും നൽകുക, അതേപോലെ അലിയാണ്ട് കിട്ടുക. ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്തു. അധികമാക്കണ്ട, പുളിപ്പ് ഒരു പാകത്തിന് നിന്നാൽ മതി. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അതായത് എല്ലാം അതിലേക്ക് പിടിക്കണ്ടേ. അപ്പോൾ ഈ സമയത്ത് ചീസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചീസ് വയ്ക്കാം. അപ്പോൾ ചീസ് ബോൾ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കുഴയ്ക്കല്ലേ, കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൈയൊക്കെ നന്നായിട്ട് ചുട്ട് നീറും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളുടെ പച്ച വെളിച്ചെണ്ണ കുറച്ച് കയ്യിൽ പുരട്ടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ കയ്യേറിയില്ല കേട്ടോ. ഇനി അവിൽ ചേർത്ത് കൊടുക്കുക. അവലിന് പകരം നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷേ അരിപ്പൊടിയേക്കാട്ടും നന്നായിട്ടിരിക്കുക അവിൽ ചേർക്കുമ്പോഴാണ്, കാരണം കുറച്ചും കൂടി കളറും ക്രിസ്പിനെസ്സും കിട്ടാറുണ്ട്. അടുത്ത് നമുക്കൊന്ന് ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തടവിയിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഇത് ഉരുണ്ടകളാക്കി എടുക്കാം. ഈ വെളിച്ചെണ്ണ പുരട്ടുമുണ്ടല്ലോ, നന്നായിട്ട് നമുക്ക് കയ്യിൽ നിന്ന് വിട്ടുപോരും. അതിനാണ് വെളിച്ചെണ്ണ പുരട്ടാൻ പറയുന്നത് കേട്ടോ. പൊട്ടാറ്റോ അവൽ ബോൾസൊക്കെ നന്നായിട്ട് ഉരുളകളായിട്ട് ഉരുട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ അല്ലെങ്കിൽ നമുക്ക് ടിക്ക പോലെ ഇങ്ങനെ തട്ടി പരത്തില്ലേ, വട പോലെ, അതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്, പിള്ളേർക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിത് ഇനി നന്നായിട്ട് തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് മുക്കി പൊരിക്കണം. ഇതേ ഓയിലൊക്കെ നന്നായി തിളച്ചു. ഇനി അതിലേക്ക് പൊട്ടാറ്റോ അവൽ ബോൾസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൈ പൊള്ളിയുണ്ടെങ്കിൽ അത്ര സുഖമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് ചെയ്യുക. പിള്ളേരെ കൊണ്ടൊന്നും ചെയ്യിക്കാതിരിക്കുക. അങ്ങനെ തിളച്ച എണ്ണയൊക്കെ ഉള്ള സമയത്തേ പിള്ളേരനൊക്കെ അടുത്തുനിന്ന് മാറ്റി നിർത്തുക. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അതെന്താ പറയുക, ടൂത്ത് പിക്കൊക്കെ വെച്ച് കുത്തില്ലേ, എന്നിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലോലിപ്പോപ്പ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഇങ്ങനെ ചറപറാന്ന് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഇഷ്ടമാവും പിള്ളേർക്ക്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പുതിയ കുറേ കൂട്ടുകാരുണ്ട് എൻ്റെ ചാനലിൽ, അവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേന്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ റെസിപ്പിയൊക്കെ, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഇനി ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് തന്നാൽ മതി, നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഒരു ഭാഗമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഈ ഇങ്ങനെ കളർ വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 ഭാഗം ഒന്ന് ഇവനായിട്ട് ഇതായി കളറായി കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു സൈഡൊക്കെ റെഡിയായി. ഇനി അടുത്ത സൈഡ് റെഡിയായാൽ നമ്മളുടെ പൊട്ടാറ്റോ അവിൽ ബോൾസ് റെഡിയാവും. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സോസ് കൂട്ടി കഴിക്കാം, അതുപോലെ മയണൈസിൻ്റെ കൂടെ കഴിക്കാം. നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇതാ 2 സൈഡും ഒരേപോലെ കളറായിട്ടുണ്ട്. ഈ പാകാകുമ്പോൾ നമുക്ക് വറുത്ത് കോരാം. നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് ഓയിലൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചീസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചൂടോടെ തന്നെ കഴിക്കണം, ഇല്ലെങ്കിൽ ചീസൊക്കെ നല്ല കട്ടായി പോവില്ലേ. അതുകൊണ്ട് ചീസൊക്കെ ഇടുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചൂടോട് കൂടിയിട്ട് തന്നെ ഒരുവിധം കഴിക്കാൻ പറ്റുന്ന ചൂടിൽ കഴിക്കുക. പിന്നെ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ എരിവ് കുറയ്ക്കുക. അതുപോലെ തന്നെ നമ്മളുടെ പച്ചപ്പയറില്ലേ, എന്താ പറയുക, ചെറുപയർ നല്ലതാണ് ഇതിൻ്റെ ഉള്ളിടുന്നത്. അതുപോലെ ക്യാരറ്റൊക്കെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് കുഴച്ചിട്ട് നമ്മളിതുപോലെ ആക്കിയെടുക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മാവ് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ ഉണ്ടാക്കാം. അതിനൊരു കുഴപ്പമില്ല, കേടൊന്നും വരില്ല. പൊട്ടാറ്റോ അവൽ ബോൾ ഇതാ ഞാൻ ഇവിടെ ഓയിൽ നിന്നൊക്കെ മാറ്റി നന്നായിട്ട് പ്ലേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. നല്ല ക്രഞ്ചി ആയിട്ടിരിക്കുന്നുണ്ട്, ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കുക ചൂടോട് കൂടെ തന്നെ. ഇത് ആറിയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കുട്ടികൾക്കൊക്കെ ഒന്ന് ചൂടാറിയിട്ട് കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഇനി ടൂത്ത് പിക്കൊക്കെ വെച്ച് ഒന്ന് കുത്തട്ടെ.
കാരണം പിള്ളേർക്ക് അത് എടുത്തു കൊണ്ടുപോയി കഴിക്കാൻ നല്ല എളുപ്പമായിരിക്കും. അതായത് ഇങ്ങനെ ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ കഴിക്കില്ലേ നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ ഇങ്ങനെ കുത്തി 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 കഴിക്കാറില്ലേ, അതുപോലെ. അപ്പോൾ ലോലിപ്പോപ്പ് പോലെയൊക്കെ കഴിക്കാൻ ഇഷ്ടമായിരിക്കും പിള്ളേർക്ക്. ഒരെണ്ണം കഴിയുമ്പോൾ ഒരെണ്ണമൊക്കെ ആയിട്ട് എടുത്തു കൊണ്ടുപോയി കഴിച്ചോളൂ. അപ്പോൾ ഞാൻ പോവാണ്. പുതിയ റെസിപ്പിയായിട്ട് വേഗം തന്നെ വരാം. പതിവ് പോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. ടാറ്റാ, താങ്ക് യു.